Hello guys, I'm Adnan. Welcome back to my channel Super Honest. നമ്മളാണ് സൂപ്പർ ഹീറോസ്. സൂപ്പർ എൻ്റർടൈൻമെൻ്റ് ഒരു പുതിയ മാർവൽ എല്ലാ സൂപ്പർ ഫാൻസിനും അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ സാങ്കേതിക കാരണങ്ങളാൽ പറ്റിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മളെ തണ്ടർ ബേർഡ്സ് ഇറങ്ങാൻ പോവുകയാണ്. മാർവലിൻ്റെ തണ്ടർ ബേർഡ്സ് സിനിമ മെയ് 2 വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ മെയ് 1 ഒരു ദിവസം നേരത്തെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കേൾക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്ത ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കേൾക്കാം. ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എന്താ പറയുക, തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്ന ടീം തന്നെ ഒരു മാർവലിൻ്റെ സൂസൈഡ് സ്ക്വാഡ് പോലത്തെ ഒരു ടീമാണ്. സോ ഈ തണ്ടർ ബേർഡ്സ് ടീമിനെ ഒറിജിനെ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല ഇത് റെഡ് ഗാർഡിയൻ്റെ ഒരു ഒറിജിനൽ വീഡിയോ നമ്മൾ എന്താ പറയുക ബ്ലാക്ക് വുഡ് ഇറങ്ങിയ ടൈമിൽ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നേരത്തെ പറഞ്ഞ തന്നെ മാർവലിൻ്റെ ഒരു സൂസൈഡ് സ്ക്വാഡ് പോലത്തെ ഒരു ടീമാണ് നമ്മുടെ ഈ ഒരു തണ്ടർ ബേർഡ്സ് എന്ന് പറയുന്നത്. സോ ഇതുവരെ വന്ന ഫുട്ടേജും ടീസറും ട്രെയിലറും വെച്ച് മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ വാലന്റീന വന്നിട്ട് അവഞ്ചേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയൊരു സൂപ്പർ ഹീറോ ടീമിനെ കൊണ്ടുവരാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും തണ്ടർ ബേർഡ്സ് വരുന്നത്. എന്തെന്ന് ആ പ്ലോട്ടിലോട്ട് നമുക്ക് കൂടുതൽ എന്ന് പറയാം നമുക്ക് അറിയില്ല എന്താണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഇതുവരെ വന്ന ഏർലി റിവ്യൂസ് എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല ഇനി ഈ സിനിമയിലെ വില്ലൻ എന്നല്ല വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ മാർവലിന്റെ തന്നെ ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് സെൻട്രി. സോ ഇതിന് കാണിച്ചിരിക്കുന്നത് ബോബ് എന്ന് പറയുന്ന ആളായിട്ടാണ്. ബോബ് എന്നാണ് സെൻട്രിയുടെ യഥാർത്ഥ പേര്. സോ ഈ ഒരു സിനിമയിലെ വില്ലനായിട്ട് വരുന്നത് സെൻട്രി തന്നെയാണ്. സെൻട്രിക്ക് അതായത് നമ്മൾ ബോബിന് 2 ആൾട്ടർ ഈഗോസ് ഉണ്ട്. ഒന്ന് സെൻട്രി എന്ന് പറയുന്ന നല്ലൊരു ഹീറോ ഇതും, പിന്നെ ദ വോയിഡ് എന്ന് പറയുന്ന ഒരു ഈവൾ വെർഷനും ഉണ്ട്. സോ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടേഴ്സ് ഇൻ സൂപ്പർ ഹീറോ ഇൻഡസ്ട്രി എന്ന് തന്നെയാണ് പറയാം. സൂപ്പർമാനോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ പണ്ട് വേഴ്സസ് ബാറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും സിനിമ കാണണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് കുറച്ച് സിനിമ കണ്ടു കളിക്കാം. അതായത് അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് മൂവിയും പിന്നെ ബ്ലാക്ക് വിഡോ, ആ ബ്ലാക്ക് വിഡോ പടത്തിൽ അതായത് ഈ ഒരു ഇപ്പോൾ ഇറങ്ങിയ ഒരു പ്രൊമോഷൻ മെറ്റീരിയലും നട്ടാശയുടെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും അത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ പോലും നട്ടാശയുടെ കുറച്ച് പാസ്റ്റ് റെഫറൻസുകളും നമ്മുടെ ബ്ലാക്ക് വിഡോയുടെ പാസ്റ്റ് റെഫറൻസുകളും ഉണ്ട്. അത് മാത്രമല്ല ഈ സിനിമയ്ക്ക് 2 ഇത് സ്പോയിലർ അല്ല, ഈ 2 ക്രെഡിറ്റ് സീനുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, മിഡ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് രണ്ടും നമ്മൾ ഇതുവരെ അറിഞ്ഞതിൽ വെച്ച് മാർവലിന്റെ ഫ്യൂച്ചറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന 2 ക്രെഡിറ്റ് സീൻസ് ആണ്. ഒന്ന് മിക്കവാറും ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒരു അടുത്ത വരാൻ പോകുന്ന സിനിമ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്, അതിൻ്റെതാവാം. പിന്നെ അടുത്ത ഫ്യൂച്ചറുമായി ബന്ധപ്പെടുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ആവാം. കാരണം ഫാന്റാസ്റ്റിക് ഫോർ അതിന് അടുത്ത ഈ പടമാണ്. സോ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു പടം കാണുന്നതിന് മുമ്പ് 2 പടങ്ങൾ ഓൾറെഡി കണ്ടേക്കുക. അവഞ്ചേഴ്സ് കണ്ടേക്കുക. അവഞ്ചേഴ്സ് 2012 അറിയാം. ബ്ലാക്ക് വുഡായും കണ്ടു വെക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ മാത്രമല്ല എല്ലാ മാർവൽ ഫാൻസും എക്സൈറ്റഡ് ആണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം ഇറങ്ങുന്ന വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ വളരെ മികച്ചൊരു മൂവി എന്നാണ് എല്ലാവരും പറയുന്നത്. സോ എന്തൊക്കെ തന്നെയായാലും നമുക്ക് കാത്തിരിക്കാം. സോ ഞാൻ ഫസ്റ്റ് ഡേനെ പോയി പടം കാണുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും റിവ്യൂവും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ബ്രേക്ക് ഡൗണും വരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു മാർവലിലൂടെ നമുക്ക് വീണ്ടും ഉണ്ടാകും. അതിന് സൂപ്പർ ഹീറോസ്.